നിന്റെ സ്വപ്നം റെയിൽവേ ജോലി ചെയ്യണോ? അതെ. എടാ മോനെ, ഒരു ജോലിയുടെ ലിസ്റ്റിലേക്ക് നിന്റെ പേര് വരും. ഒരിക്കലും നീ പ്രതീക്ഷിക്കാത്ത പോലെ ദൈവം നിന്നെ ഒരു സ്ഥലത്ത് തിരികെ കയറ്റും. ഒരു ലിസ്റ്റിലേക്ക് നീ വരും. ഇന്ന് കാര്യങ്ങൾ മാറും. നിനക്കൊരു സാക്ഷ്യം പറയത്തക്ക പോലെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ തലമുറകളെ ദൈവം നിങ്ങൾക്ക് തരും. വെളിപ്പെട്ടു വരാൻ മോളെ പേര് പറയടേ. പേര് പറ. കൂടെ ആരാ ഉള്ളേ? ഇതാരാ? ഇറങ്ങിയോ? നീ ആദ്യമായിട്ട് വന്നാണോ? എന്നാ ചെയ്യടാ? എത്ര നാളായി ജോലിയില്ല കേട്ടെ? നോക്കുന്നുണ്ടോ? എന്തിനാ? ഒരു ജോലി കിട്ടിയാലോ? ദൈവം ഒരു അത്ഭുതത്തിൻ്റെ വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവാം. ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത പോലെ ഒരു ദൈവപ്രവർത്തി നിങ്ങളുടെ വീട്ടിലേക്കുണ്ടാകും. പുറത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും അകത്ത് ഭയങ്കര ദുഃഖത്തിലാ. ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്നേ ദൈവം എന്നോട് പറയുക, നിങ്ങളുടെ നിന്ന ദൈവം ഉരുട്ടിക്കളയാൻ പോവാ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിന്ന ഉരുട്ടുന്ന പോലെ ഒരു ദൈവപ്രവർത്തി നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ ഉണ്ടായി. കർത്താവ് പറയുക, ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ ആ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുക. കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ആ കെട്ടുപൊട്ടിപ്പോകും. മക്കളെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ ദൈവം നിങ്ങൾക്ക് വഴികൾ തുറക്കാൻ പോകുകയാ. ഒന്ന് കൈയടിച്ച ദൈവത്തിന് ഉറച്ചൊരാമീൻ പറയാൻ പറ്റുന്ന ആളുകൾ ഉറച്ചൊരാമീൻ പറഞ്ഞ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് അർമ്മേ ചമൽപ്രഭന ഹടഗതനക. നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുമല്ലേ? എടാ, ശരിക്കും ഞാൻ എൻ്റെ കൺമുമ്പിൽ ഈ വീടിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ കാര്യങ്ങളും ഒക്കെയാ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഈ പറഞ്ഞേക്കെ സത്യ. എടാ, ഇതൊക്കെ എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ചെയ്യാൻ പോകുന്നത് ആ കെട്ടുപൊട്ടും. നിനക്കൊരു നല്ല ജോലി ദൈവം തരാൻ പോവാ. ഒരിക്കലും നീ പ്രതീക്ഷിക്കാത്ത പോലെ ദൈവം നിന്നെ ഒരു സ്ഥലത്ത് തിരികെ കയറ്റും. ഒരു ലിസ്റ്റിലേക്ക് നീ വരും. എടാ മോനെ, ഒരു ജോലിയുടെ ലിസ്റ്റിലേക്ക് നിന്റെ പേര് വരും. അതിനുള്ള തുടക്കം ഇന്ന് രാവിലെ കർത്താവ് ചെയ്യും. അത് നീ എഴുതിയ ഒരു എക്സാമിനോട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ഉണ്ടാകാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തോത്രം ചെയ്തോ. എന്നോട് കർത്താവ് പറ, വിനോദ് പാസ്റ്ററെ ഇവനെ ഒന്ന് പിടിച്ചോ, ഇവന്റെ മേലൊരു ശക്തി വ്യാപരിക്കുക. കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഈ ചെറുപ്പക്കാരന്റെ മേൽ ഒരു ദൈവത്തിന്റെ ശക്തിയും ഒരു ദൈവത്തിന്റെ അത്ഭുതവും ഇന്ന് രാവിലെ എന്നോട് കർത്താവ് പറയും. ലിസ്റ്റ് നീ വരും. ലിസ്റ്റ് വന്ന സാക്ഷ്യം പറയോ? യേശുവിന് വേണ്ടി ജീവിക്കും. ഇന്ന് രാവിലെ ഇപ്പം നിങ്ങൾ മിണ്ടാത്ത പുള്ളികളില്ലേ, പേരൊന്നും പറയണ്ട, മിണ്ടാത്ത ആൾക്കാർ, അവരെ നിങ്ങൾ അവിടുന്ന് വിറ്റിട്ട് പോകണം എന്ന് വിചാരിച്ചേക്കുക. ശരിക്കും നാട്ടിൽ എവിടെ പോയാലും ഒരു കുഴപ്പമില്ല, വീട്ടിലോട്ട് കയറുമ്പം പ്രശ്നം. സത്യം അന്ന് നിങ്ങൾക്ക് എന്തുവാന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. വേറെ എവിടെ പോയാലും കുഴപ്പമില്ല. ഇതാണ് കാര്യം. ഇന്ന് രാവിലെ ഈ കെട്ടുപൊട്ടും. ഇതിനകത്ത് ഒടയതമ്പുരാൻ ഒരു മാറ്റം നിങ്ങൾക്ക് തരും. ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഉരുവായി വരാൻ പോകുകയാ. സഭയൊന്ന് കൈയടിക്കുമെങ്കിൽ ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ അല്പം മിനിറ്റുകൾ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് അല്പം മിനിറ്റുകൾ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഇന്ന് കാര്യങ്ങൾ മാറും. നിനക്കൊരു സാക്ഷ്യം പറയത്തക്ക പോലെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ തലമുറകളെ ദൈവം നിങ്ങൾക്ക് തരും. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾ എലോഹിമിൽ വന്ന് ദൈവത്തിൻ്റെ സാക്ഷി. എടാ, നിനക്ക് റെയിൽവേ ജോലി ചെയ്യാനാണോ ഇഷ്ടം? എവിടെ ജോലിയാണോ ഇഷ്ടം? റെയിൽവേ. നിന്റെ സ്വപ്നം റെയിൽവേ ജോലി ചെയ്യണോ? അതെ. ഞാൻ ദൂത് പറയട്ടെ, ദൈവം നിന്നെ ഒരു ലിസ്റ്റിൽ റെയിൽവേയിലേക്ക് തിരികെ കയറ്റും. ഒരു അത്ഭുതത്തിൻ്റെ വർത്തമാനം
നിനക്ക് വേണ്ടി ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിത്തരാനായിട്ട് പോവാ. സഭയൊന്ന് കൈയടിച്ച് കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ കരമൊന്നടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ആ കുടുംബത്തിനകത്ത് ഈ രാവിലെ ഒന്ന് വെളിപ്പെട്ട് വരാൻ പോകുകയാ. യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ യേശുവേ എന്നൊന്ന് വിളിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന എല്ലാവരും കൂടെ ആ നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ച ദൈവത്തിന് ഒന്ന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഈ രാവിലെ ആ നാമത്തെ ഒന്ന് ഉയർത്തിയേ.